തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞു. കുളി കഴിഞ്ഞു പോകുമ്പോഴാണ് വിയ്യൂരിലെ ജനവാസ മേഖലയിൽ വെച്ച് ആന ഇടഞ്ഞിരിക്കുന്നത്. ആന വാഹനങ്ങൾ തകർത്തിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നു. ഷബാസ് അഹമ്മദുടെ കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ്, ആനയുടെ മുമ്പിൽ നിന്ന് മാറി നിൽക്കോ, എന്താണ് സംഭവിച്ചത്? അരുൺകുമാർ, വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. തൃശൂർ നഗരത്തിൽ വിയ്യൂരിലാണ് ആന ഇടഞ്ഞിരിക്കുന്നത്. ശിവം ലക്ഷ്മി എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. ഈ 1 മണിക്കൂറോളമായി ആന ഈ ജനവാസ മേഖലയിലൂടെ ചുറ്റി നടക്കുകയാണ്. ഇപ്പോഴും ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമങ്ങളും നടപ്പിലാകുന്നില്ല എന്നതാണ്. നിരവധി ആളുകളും വീടുകളും ഒക്കെയുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തു കൂടെയാണ് ആന ഈ ചങ്ങലയും പൊട്ടിച്ച് നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ ഇപ്പോഴും ആനയെ തളയ്ക്കാനുള്ള ഒരു നടപടിയും ഇവിടെ നടക്കുന്നില്ല. കാരണം അലക്ഷ്യമായിക്കൊണ്ട് ആന ഇങ്ങനെ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഏത് തരത്തേക്ക്, ഏത് ഭാഗത്തേക്കും തിരിഞ്ഞോടാവുന്ന തരത്തിലാണ് ഇപ്പോൾ ആനയുള്ളത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഷബാസ് അഹമ്മദ് കുളിപ്പിക്കാൻ കൊണ്ടുവന്ന ആനയാണ്. കുളിപ്പിച്ച് കഴിഞ്ഞ് കയറിയപ്പോഴാണോ ആനയ്ക്ക് പിടിവിട്ടത്? ആനയ്ക്ക് മതപ്പാട് വല്ലതും ഉണ്ടായിരുന്നോ? ഇപ്പൊ കാലിൽ ചങ്ങലയൊന്നും കാണുന്നില്ലല്ലോ. സാവധാനത്തിലാണ് നീങ്ങുന്നതെങ്കിലും ഒരു ലക്ഷ്യമില്ലാതെയാണ് നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, എന്താണ് ഇത് ഇടയാനുള്ള കാരണം എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. മതപ്പാടുണ്ടോ എന്ന കാര്യമൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. കുളി കഴിഞ്ഞ് കൊണ്ടുപോകും വഴിയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ആന പെട്ടെന്ന് ഇടഞ്ഞ് പരിഭ്രാന്തി പരത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ പാപ്പാനടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് നിരവധി വാഹനങ്ങളാണ് ഇവിടെ തകർത്തത്. ഒരു കാറിന്റെ ദൃശ്യം നമ്മൾ വരുന്ന വഴിക്ക് കണ്ടു. ഇത് ഒരു കാറ് ഏകദേശം തകർത്തുകൊണ്ട് ഒരു മതിലിനോട് ചേർത്തി നിർത്തുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടു. ഈ ആളുകളൊക്കെ നിരവധിയുണ്ട്. രാവിലെ ഓഫീസിലേക്കും സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ വിദ്യാർത്ഥികളും മറ്റുമൊക്കെ പോകുന്ന സമയമാണ്. ചെറിയ ഇടവഴികളാണ് ഇവിടെ ഉള്ളത്. ഈ ഭാഗത്ത് കൂടെ ആന ഇങ്ങനെ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് തുടർച്ചയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് വഴിക്കും തിരിയാവുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ തകർക്കാവുന്ന, ആളുകളെ ആക്രമിക്കാൻ വരെ സാധ്യതയുള്ള തരത്തിലാണ് ഇപ്പോൾ ആന ഈ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതുവരെയും ഇത് തളയ്ക്കാൻ ആവശ്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം 1 മണിക്കൂറോളമായി ആന ഇങ്ങനെ ഈ വഴിയിൽ നടക്കുകയാണ്. ജനവാസ മേഖലയാണ്. നിൽക്കുന്ന ആ ചങ്ങാതി ആയിരിക്കാം ഒരുപക്ഷെ ആനയുടെ പാപ്പാൻ. പുള്ളി കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിനുശേഷം ആന ഇടഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആനയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് കയറുമായിട്ടൊക്കെ പോകുന്നത് ആനപ്പാപ്പാനാണോ? തീർച്ചയായും അരുൺകുമാർ, ആനയുടെ കൂടെ ഉണ്ടായിരുന്ന 2ാം പാപ്പാനും മറ്റുമുള്ളവരാണ് ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ ആനയെ തളയ്ക്കാനുള്ള പലവിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു വടവുമായി ആനയുടെ അടുത്തേക്ക് പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കുളിപ്പിച്ച് വരുന്നതിനിടയിൽ ആന പെട്ടെന്നിടഞ്ഞപ്പോൾ ഈ പാപ്പാനും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് നിരവധി വാഹനങ്ങൾ ഈ വഴിയിലുള്ളവയൊക്കെ തല്ലി തകർക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ പാപ്പാന്മാരുടെ അല്ലെങ്കിൽ ആനയുടെ കൂടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ കൂടെ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ, കാറുകളടക്കം, ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഒക്കെ തകർത്തത് ഈ വഴിയിലൊക്കെ നമുക്ക് കാണാം. അത്തരത്തിൽ നിരവധി വാഹനങ്ങൾ തകർത്തുകൊണ്ട് വലിയ പരിഭ്രാന്തിയാണ് ഈ ജനവാസ മേഖലയിൽ പടർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇത് വലിയ ജനവാസ മേഖലയാണ്. അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും ആളുകളും ഒക്കെ ഇതുവഴി സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി ചെറിയ ഇടവഴികളാണ്. ആനയുടെ മുന്നിൽപ്പെട്ടാൽ ആർക്കും പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള വഴികളാണ്. ഓടി രക്ഷപ്പെടാൻ കൂടി കഴിയാത്ത തരത്തിലുള്ള ഇടവഴികളാണ്. ഈ ഇടവഴിയിലാണ് ആന ഇത്തരത്തിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് പോയത്. നേരത്തെ നമ്മൾ തകർത്ത കാറ് കാണിച്ചു. ഇപ്പോൾ ആ കാറ് ഒരു തവണ കൂടി മറിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് തള്ളിയിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ വലിയ അക്രമ സ്വഭാവത്തിലാണ് ആന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാറിന്റെ അവസ്ഥ നമുക്ക് കാണാം. ഒരു വഴി പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് ആന ആ കാറിനെ തട്ടി നിർത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത്തരത്തിൽ വലിയ പരിഭ്രാന്തി വരുത്തിക്കൊണ്ടാണ് ആന ഇത്തരത്തിൽ ഇവിടെ ഈ ജനവാസ മേഖലയിലൂടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ രാവിലെ ഇറങ്ങാനുള്ള സമയമാണ്. പല ആളുകളും ഓഫീസിലേക്കും മറ്റും പോകുന്ന സമയമാണ്. നിരവധി ഇരുചക്ര വാഹനങ്ങളൊക്കെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇവിടെയുള്ള നാട്ടുകാർ പൂർണ്ണമായും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം രാവിലെ കൃത്യമായ സ്ഥലം ഒന്ന് പറയാമോ? ഇത് വിയ്യൂരാണ് അല്ലേ? വിയ്യൂരിൽ ജനവാസ മേഖലയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. അവ പരിസരത്തുള്ളവർ TV കാണുന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ ഈ പരിസരത്താണെങ്കിൽ ഈ ശിവം ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആന അതുവഴി ചങ്ങലയും പൊട്ടിച്ച് നടപ്പുണ്ട്. ദേവി, ഇത് നിങ്ങൾ വീടിനുള്ളിൽ ഇരിക്കുക, കുഞ്ഞുങ്ങളെ ഒന്നും തൽക്കാലത്തേക്ക് പുറത്തേക്ക് വിടാതിരിക്കുക. ഈ സ്ഥലം ഒന്നുകൂടി ഒന്ന് പറയാമോ ഷബാസ്? അരുൺകുമാർ, തൃശ്ശൂർ നഗരത്തിൽ തന്നെ വിയ്യൂരാണ്. വിയ്യൂരിലെ പ്രധാന വഴികളുമായി കണക്ട് ചെയ്യുന്ന ഒരു ഇടവഴിയാണ്. വിയ്യൂരാണ് നിലവിലുള്ളത്.